ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെയുള്ളതൊക്കെ എന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നടപടികൾ പൂർത്തിയാക്കി കമ്പനി ഏറ്റെടുക്കണം. അതവർ ചെയ്തോട്ടെ. പാവം ഭാർഗവൻ സാറിന്റെ ഭൂമി നഷ്ടപ്പെട്ടു. അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞാൻ ആ വസ്തു തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഹരി, നമ്മളിവിടെ നിന്ന് പോവാന്ന് വെച്ചാ എന്നേക്കുമായി പോകുന്നു. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇവിടെ ഉണ്ട്, മക്കളും ഉണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരോടും പൊരുത്തപ്പെടാൻ ആന്റിക്ക് പറ്റും. അല്ല സുജാതെ, ഇക്കാര്യത്തില് സുജാതയുടെ അഭിപ്രായം എന്തുവാ? നിങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അമ്മേ, രഘുവേട്ടൻ അവന്റെ ഓഫീസില് ജോലിക്ക് കയറിയെന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ ഒരു ഇടി വെട്ടിയതുപോലെയായിരുന്നു. ഇനിയിപ്പോ അതിനു മേലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ വയ്ക്കോ, രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെട്ടു. മോനെ, നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? മകനും ഭർത്താവും ഒക്കെ പണത്തിന് പിന്നാലെ പോയാ അതില് ഞാൻ ആശ്വാസം കണ്ടെത്തുമെന്നോ? അതില് ഞാൻ സന്തോഷിക്കുമെന്നോ? പകരം നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ? എപ്പോഴും പറയാറുള്ളത് പോലെ ആന്റിയുടെ കൂടെ ഞങ്ങളുണ്ടെന്ന്, നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന്. അതല്ലേ തോറ്റു നിൽക്കുന്ന എന്നോടുള്ള മറുപടി? ഞാൻ എന്റെ ഭർത്താവിനെ പിരിഞ്ഞു നിന്നിട്ടുണ്ട്. മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാ? ഇവളെ സംരക്ഷിക്കാൻ, ഇവളെ സ്നേഹിക്കാൻ. എന്നിട്ട് ഇവളെയും കൊണ്ട് നിങ്ങൾക്ക് പോണമല്ലേ? പൊയ്ക്കോ. പക്ഷെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരരുത്. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാൻ അവസാനിച്ചു എന്ന വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. സുജാതെ, ഒടുങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് ഒടുങ്ങിട്ടെ രാമകൃഷ്ണേട്ട. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ സുജാത നിൽക്കില്ല. അവൻ എത്ര സൗകര്യങ്ങൾ വെച്ച് നീട്ടിയാലും ജീവൻ നമ്മുടെ ശത്രുവാണെങ്കിൽ അവന്റെ കൂടെ പോയ രഘുവേട്ടനും നമ്മുടെ ശത്രുവാണ്. അവരെ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എനിക്ക് അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പോയാ അതെന്റെ അവസാനമാ.